നമസ്കാരം. പ്രധാന വാർത്തകൾ. PM ശ്രീയിൽ പുനഃപരിശോധന. മന്ത്രിസഭ ഉപസമിതി പദ്ധതി പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി. സംസ്ഥാനത്ത് PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നത് പുനഃപരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മന്ത്രിസഭ ഉപസമിതി പദ്ധതി പരിശോധിക്കുമെന്നും റിപ്പോർട്ട് വരും വരെ പദ്ധതി മരവിപ്പിക്കുമെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 7 മന്ത്രിസഭാ ഉപസമിതിയാണ് പദ്ധതി പരിശോധിക്കുക. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷനായ സമിതിയിൽ കെ രാജൻ, റോഷി അഗസ്റ്റിൻ, പി രാജീവ്, പി പ്രസാദ്, കെ കൃഷ്ണൻകുട്ടി, AK ശശീന്ദ്രൻ എന്നിവരാണ് അംഗങ്ങൾ. ഷാഫി പറമ്പിൽ MPയുടെ ആരോപണം. നിയമ നടപടിക്ക് അനുമതി തേടി SHO അഭിലാഷ്. ഉന്നത ഉദ്യോഗസ്ഥരോടാണ് അനുമതി തേടിയിരിക്കുന്നത്. പേരാമ്പ്ര സംഘർഷവുമായി ബന്ധപ്പെട്ട ഷാഫി പറമ്പിൽ MPയുടെ ആരോപണത്തിലാണ് നിയമ നടപടിക്ക് മുതിരുന്നത്. MP അപകീർത്തിപരമായ പരാമർശങ്ങൾ നടത്തിയെന്നാണ് അഭിലാഷിന്റെ ആരോപണം. ഇത് സംബന്ധിച്ച വടകര റൂറൽ SPയോടാണ് അനുമതി തേടിയത്. അഭിലാഷിന്റെ അപേക്ഷ SP DGPക്ക് കൈമാറിയിട്ടുണ്ട്. പേരാമ്പ്രയിലുണ്ടായ സംഘർഷത്തിനിടെ അഭിലാഷാണ് തന്നെ മർദ്ദിച്ചതെന്നായിരുന്നു ഷാഫിയുടെ ആരോപണം. ഹിജാബ് വിവാദം. പെൺകുട്ടിയെ പുതിയ സ്കൂളിൽ ചേർത്തതായി പിതാവ്. പള്ളുരുത്തി സ്കൂളിലെ ഹിജാബ് വിവാദത്തിലെ പെൺകുട്ടിയെ പുതിയ സ്കൂളിൽ ചേർത്തതായി പിതാവ്. പള്ളുരുത്തി ഡോൺ പബ്ലിക് സ്കൂളിലാണ് 8ാം ക്ലാസ്സിൽ ചേർന്നത്. തലയിലെ 3/4 മീറ്റർ തുണി കണ്ടാൽ ഒപ്പമുള്ള ഒരു കുട്ടിയും പേടിക്കില്ലെന്ന് ഉറപ്പുള്ള കലാലയത്തിലേക്ക് മകൾ എത്തിയെന്ന് രക്ഷിതാവ് ഫേസ്ബുക്കിൽ കുറിച്ചു. വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പെൺകുട്ടി സ്കൂൾ വിടാൻ തീരുമാനിച്ചത്. സ്പിരിറ്റ് കേസിൽ CPM ലോക്കൽ സെക്രട്ടറി അറസ്റ്റിൽ. സ്റ്റേഷനിലെത്തി കീഴടങ്ങി. പാലക്കാട് മീനാക്ഷിപുരം സ്പിരിറ്റ് കേസിൽ CPM ലോക്കൽ സെക്രട്ടറി അറസ്റ്റിൽ. പെരുമാട്ടി 2 ലോക്കൽ സെക്രട്ടറി ഹരിദാസനാണ് അറസ്റ്റിലായത്. മീനാക്ഷിപുരം പോലീസ് സ്റ്റേഷനിലെത്തി പ്രതി കീഴടങ്ങുകയായിരുന്നു. ഇയാൾക്കെതിരെ കേസെടുത്തിരുന്നെങ്കിലും പ്രതി ഒളിവിലായിരുന്നു. പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചതോടെ പ്രതി കീഴടങ്ങി. കുതിരാനിൽ കാട്ടാനാക്രമണത്തിൽ ഫോറസ്റ്റ് വാച്ചർക്ക് പരിക്ക്. തൃശൂർ കുതിരാനിൽ കാട്ടാനാക്രമണത്തിൽ ഒരാൾക്ക് പരിക്ക്. ഫോറസ്റ്റ് വാച്ചർ ബിജുവിനാണ് പരിക്കേറ്റത്. ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാന ബിജുവിനെ ആക്രമിക്കുകയായിരുന്നു. പ്രദേശത്ത് നാട്ടുകാരുടെ പ്രതിഷേധം നടക്കുകയാണ്. ബിജു ചികിത്സയിലാണ്. അതിനിടെ തിരുവനന്തപുരം വിതുര മണലിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനയെ ഉൾവനത്തിലേക്ക് കടത്തിവിടുന്നു. വനംവകുപ്പിന്റെ നേതൃത്വത്തിലാണ് ദൌത്യം. ആനയെ 15 കിലോമീറ്റർ കൂടുതൽ ഉൾവനത്തിലേക്ക് കടത്തിവിടാനാണ് ശ്രമം. മേഖലയിൽ കാട്ടാനകൾ ഇറങ്ങി കൃഷി നശിപ്പിക്കുന്നത് പതിവാണ്. പ്രശ്നത്തിൽ സ്ഥിരപരിഹാരം ആവശ്യപ്പെട്ട നാട്ടുകാർ പ്രതിഷേധത്തിലാണ്. കാൽ മുറിച്ചു മാറ്റിയ സന്ധ്യയ്ക്ക് കൈത്താങ്ങുമായി മമ്മൂട്ടി. അടിമാലി മണ്ണിടിച്ചിൽ പരിക്കേറ്റ സന്ധ്യയുടെ ചികിത്സാ ചെലവ് മമ്മൂട്ടി നേതൃത്വം നൽകുന്ന കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ ഏറ്റെടുക്കും. സന്ധ്യയുടെ സഹോദരൻ സന്ദീപിന്റെ അപേക്ഷ പരിഗണിച്ചാണ് തീരുമാനം. ഇക്കാര്യം ആശുപത്രി അധികൃതരെ അറിയിച്ചിട്ടുണ്ട്. മണ്ണിടിച്ചിൽ പരിക്കേറ്റ സന്ധ്യയുടെ കാൽ മുറിച്ചു മാറ്റിയിരുന്നു. അടിയന്തര ശസ്ത്രക്രിയാ ഫലം കാണാത്തതിനെ തുടർന്ന് ഇടതുകാൽ മുറിച്ചു മാറ്റുകയായിരുന്നു. ആലുവ രാജഗിരി ആശുപത്രി ചികിത്സയിലാണ് സന്ധ്യ. സ്ത്രീകൾക്കും യുവാക്കൾക്കും മാസം 1000 ക്ഷേമ പെൻഷൻ 2000 ആക്കി. സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി പുതിയ പദ്ധതി പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ. ട്രാൻസ് സ്ത്രീകൾ അടക്കമുള്ള പാവപ്പെട്ട സ്ത്രീകൾക്ക് സഹായം ലഭ്യമാവുമെന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നിലവിൽ ഏതെങ്കിലും സഹായം കിട്ടാത്ത സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ സ്ത്രീ സുരക്ഷാ പെൻഷൻ നൽകും. യുവാക്കൾക്ക് സ്കോളർഷിപ്പ് നൽകുമെന്നും പ്രതിവർഷം 1 ലക്ഷം രൂപയിൽ താഴെ വരുമാനമുള്ളവർക്ക് പ്രതിമാസം 1000 രൂപ സ്കോളർഷിപ്പ് നൽകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ക്ഷേമ പെൻഷൻ 400 രൂപ വർദ്ധിപ്പിച്ച് 2000 ആക്കിയതായി മുഖ്യമന്ത്രി അറിയിച്ചു. കുടുംബ ADSകൾക്കുള്ള ഗ്രാന്റ് പ്രതിമാസം 1000 രൂപയാക്കി. സർക്കാർ ജീവനക്കാർക്ക് 1 ഗഡു DA കൂട്ടി. പെൻഷൻകാർക്കും ആശ്വാസമുള്ളതാണ് പ്രഖ്യാപനം. നവംബർ മാസം തന്നെ ഇത് വിതരണം ചെയ്യും. അംഗനവാടി വർക്കർ, ഹെൽപ്പർ എന്നിവർക്കുള്ള ഓണറേറിയം കൂട്ടി. 1000 രൂപയാണ് കൂട്ടിയത്. ഉമ്മയ്ക്ക് പിന്നാലെ 3 വയസ്സുകാരനും മരണത്തിന് കീഴടങ്ങി. കർണാടകയിലെ ബേഗൂരിന് സമീപം ശനിയാഴ്ച രാവിലെ നടന്ന വാഹനാപകടത്തിൽ മരണം 3ആയി. വയനാട് മടക്കിമല സ്വദേശികളായ ഒരു കുടുംബമാണ് അപകടത്തിൽപ്പെട്ടത്. അപകടം നടന്ന ഉടൻ കമ്പളക്കാട് കരിഞ്ചേരി അബ്ദുൾ ബഷീർ സഹോദരന്റെ മകന്റെ ഭാര്യ ജസീറ എന്നിവർ മരിച്ചു. പിന്നീട് മൈസൂരു മണിപ്പാൽ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ജസീറയുടെ 3 വയസ്സുകാരനായ മകൻ ഹൈനം ഹനാനും മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. കോഴിക്കോട് +1 വിദ്യാർത്ഥിനിയെ 20കാരൻ പീഡിപ്പിച്ചത് നിരവധി തവണ. വെസ്റ്റ് ഹിൽ സ്വദേശി പോക്സോ കേസിൽ അറസ്റ്റിൽ. കോഴിക്കോട് പുതിയങ്ങാടി വെസ്റ്റ് ഹിൽ സ്വദേശി അമ്പാടി വീട്ടിൽ മഹിയെയാണ് വെള്ളയിൽ പോലീസ് പോക്സോ നിയമപ്രകാരം അറസ്റ്റ് ചെയ്തത്. +1 വിദ്യാർത്ഥിനിയും വെസ്റ്റ് ഹിൽ സ്വദേശിയുമായ 16കാരിയാണ് പ്രതി നിരവധി തവണ പീഡിപ്പിച്ചത്.
2024 ഡിസംബർ മുതൽ പല പ്രാവശ്യമായി പ്രതി ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നാണ് പരാതിയിൽ പറയുന്നത്. വിദ്യാർത്ഥിനിയുടെ പരാതിയിൽ വെള്ളയിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി വരികയായിരുന്നു. തിരുവനന്തപുരം നഗരത്തിലെ സർക്കാർ ഓഫീസുകൾക്ക് വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് അവധി. വിമാനത്താവളവും അടച്ചിടും. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അൽപ്പശി ആറാട്ട് പ്രമാണിച്ച് തിരുവനന്തപുരം നഗരത്തിലെ സർക്കാർ ഓഫീസുകൾക്ക് വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് ശേഷം അവധിയായിരിക്കും. 30 വൈകിട്ട് 5 മണിക്കാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയിൽ നിന്ന് ആറാട്ട് ഘോഷയാത്ര ആരംഭിക്കുക. വള്ളക്കടവിൽ നിന്ന് തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിലൂടെയാണ് കടന്നു പോവുക. അതുകൊണ്ട് തന്നെ ഒക്ടോബർ 30 വൈകിട്ട് 4:45 മുതൽ രാത്രി 9 മണി വരെ വിമാനത്താവളം അടച്ചിടാൻ നിർദ്ദേശമുണ്ട്. പുതുക്കിയ വിമാന ഷെഡ്യൂളുകളും പുതുക്കിയ സമയക്രമവും അറിയാൻ യാത്രക്കാർ അവരവരുടെ വിമാന കമ്പനികളുമായി ബന്ധപ്പെടണമെന്നും വിമാനത്താവള അധികൃതർ അറിയിച്ചു.